എന്താ മോളെ? എനിക്ക് ബാത്റൂമിൽ പോണം. മോളെ ഇപ്പൊ എന്താ ചെയ്യാ നമ്മള്? മോളെ അടുത്തെത്താനായില്ലേ നമ്മുടെ വീട്? അവിടെ എത്തിയിട്ട് പോയാ പോരെ? അയൽവാസികളെല്ലാം കൂടെ തന്നെ രാവിലെ എന്താ പരിപാടി? ഒന്നുമില്ല മാഷേ, കുറച്ച് പ്ലാസ്റ്റിക് കത്തിച്ചതിന്റെ പ്രശ്ന. പ്ലാസ്റ്റിക് കത്തിച്ചുണ്ടാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് വല്ല ധാരണയുണ്ടോ? നീ എറിഞ്ഞിട്ട് പാടാ, അതൊരു പ്രാന്തന. മനുഷ്യ, ഞാനാണോ ഭ്രാന്തൻ? അതോ നിങ്ങളോ? പക്ഷേ പരാതി തീർക്കാൻ വന്നതാണ്. പരാതിയോ? എന്ത് പരാതി? ആര് പരാതി നൽകാൻ? നിങ്ങൾക്ക് വീട് മാറിപ്പോയിട്ടോ? മാഷേ, 2 ദിവസം കൂടെ ഒരു പരിപാടി നടത്തില്ലായിരുന്നോ? ഈ കുപ്പി എവിടെയാണോ ഇടുന്നത്? പിന്നെ നിങ്ങളുടെ കടയിൽ നിന്ന് വാങ്ങിയ സാധനത്തിന്റെ വേസ്റ്റ് ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടിടണം. തനിക്കത് വേസ്റ്റ് ബിന്നിലിട്ടാ പോരായിരുന്നോ? അതിനിവിടെ വേസ്റ്റ് ബിന്നൊന്നും കാണുന്നില്ലല്ലോ, അതുകൊണ്ടല്ലേ ഇവിടെ ഇട്ടത്. എല്ലാ ദിവസവും ഫ്രൂട്ട്സ് കൊണ്ടുവന്ന വലിയ കവറുകളും വീട്ടിലെ മറ്റ് പ്ലാസ്റ്റിക് കവറുകളും മകളെടുത്ത് കത്തിക്കാൻ കൊടുക്കാറാണ് പതിവ്. യെസ്, അത് തന്നെ. തുടർച്ചയായി പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴുണ്ടാകുന്ന പുകയാണ് കുട്ടി ശ്വസിക്കുന്നത്. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ജലാശയങ്ങളിലേക്ക് മലിനജലം നിക്ഷേപിക്കുന്നതും മാലിന്യം ഒഴുക്കുന്നതും കേരള മുനിസിപ്പൽ ആക്ട് 340A പ്രകാരം കുറ്റകരമാണ്. അത് 1 വർഷം വരെ കഠിന തടവിനും 50,000 രൂപ വരെ പിഴയും ഈടാക്കാവുന്ന കുറ്റമാണ്. ആഹാ, കേട്ടോ? എന്നാ നമുക്ക് ഗായത്രിമോക്ക് ബർത്ത്ഡേ സോങ് പാടാം. ഇറിഗേഷൻ ഹരിതകർമ്മസേന ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ നടത്തുന്നത്, കൺവെയർ ബെൽറ്റിലൂടെ. അത് നമ്മൾ HM, PP, LD1, LD2, ബോട്ടില്, ഹാർഡ് പ്ലാസ്റ്റിക്, പിന്നെ പേപ്പർ എന്നീ